കാര്യവട്ടം വനിതാ 2020-ൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. 113 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ 14ാമത്തെ ഓവറിൽ ജയത്തിലെത്തി. 42 പന്തിൽ നിന്ന് 79 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ഷഫാലി വർമ്മയുടെ മികച്ച ഇന്നിംഗ്സാണ് ജയം അനായാസമാക്കിയത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ജയേഷ് പുക്കുട്ടൂർ നമുക്കൊപ്പം ചേരുകയാണ്. ജയേഷ് പുക്കുട്ടൂർ, ഗുഡ് ഈവനിംഗ്. കാത്തിരുന്നത് പോലെ ഒരു മിന്നും ജയം കൺമുന്നിൽ കണ്ടതിന്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണോ ജയേഷ്? ഉറപ്പായിട്ടും ഒരു അനായാസ വിജയത്തോടുകൂടി തന്നെ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി എന്നുള്ളതാണ്. അതായത് 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3 മത്സരങ്ങൾ പിന്നിട്ടപ്പോഴേക്കും തന്നെ ഏകപക്ഷീയമായ 3 വിജയങ്ങളോടുകൂടി ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടി ഇവിടുത്തെ മത്സരത്തിലുണ്ട്. കാര്യവട്ടത്ത് ആദ്യമായി നടന്ന അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ തന്നെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ പരമ്പരയും താരതമ്യേന ചെറിയ സ്കോർ തന്നെയായിരുന്നു ശ്രീലങ്ക നേടാൻ കഴിഞ്ഞത്. അവർ പരമ്പരയിൽ ഒരിക്കൽ പോലും 130-ന് മുകളിൽ സ്കോർ പിന്നിട്ടിരുന്നില്ല. കാര്യവട്ടത്തേക്ക് വരുമ്പോഴും റൺസ് ഒഴുകുന്ന പിച്ചായിട്ട് പോലും അവർക്ക് 112 റൺസ് മാത്രമാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യ 2 മാറ്റങ്ങളാണ് ഇതിൽ വരുത്തിയിരുന്നത്. ആ 2 മാറ്റങ്ങൾ ഫലത്തിൽ നിർണായകമാവുകയും ചെയ്തു. കാരണം 4 വിക്കറ്റുമായി രേണുക സിംഗ് താക്കൂറും 3 വിക്കറ്റ് എടുത്ത ദീപ്തി ശർമ്മയും തിളങ്ങുകയും ചെയ്തു. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് 11ലേക്ക് വന്നത്. ആ രണ്ടുപേരും തന്നെയാണ് ശ്രീലങ്കയുടെ വിക്കറ്റുകളെല്ലാം നേടിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നു. താരതമ്യേന ചെറിയ ടോട്ടലിലേക്ക് പോയ ഇന്ത്യക്ക് ഒരു തരത്തിൽ പോലും വെല്ലുവിളികൾ ഉണ്ടായില്ല. തുടക്കത്തിൽ തന്നെ ഷഫാലി വർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പവർ പ്ലേയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ മികച്ച ബാറ്റിംഗോടുകൂടി 42 പന്തിൽ 79 റൺസ് എടുത്ത് ഷഫാലി പുറത്താവാൻ നിന്നു. 11 ബൗണ്ടറിയും 3 സിക്സറും അടങ്ങിയതായിരുന്നു ഷഫാലിയുടെ ഇന്നിംഗ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ 69 റൺസ് എടുത്ത് ഷഫാലി തന്നെയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോററും ഒപ്പം തന്നെ പ്ലെയർ ഓഫ് ദ മാച്ചുമായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോഴും ഷഫാലി തന്നെ ഇന്ത്യയുടെ മികച്ച ഒരു പെർഫോമൻസ് നടത്തി. അതിലൊപ്പം തന്നെ ഒരു നിരാശ പറയാനുള്ളത്, കേരളത്തിൽ വലിയ രീതിയിലുള്ള ആരാധകരുള്ള സ്മൃതി മന്ദാന ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ 3 മത്സരത്തിലും ഈ മത്സരത്തിൽ ഉൾപ്പെടെ 3 മത്സരത്തിലും അവർക്ക് കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നിരുന്നാലും ഒരു ആവേശകരമായ ഒരു വിജയത്തോടു കൂടി തന്നെ 8 വിക്കറ്റ് വിജയത്തോടു കൂടി തന്നെ ശ്രീലങ്കയെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നു, പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. താങ്ക് യു. ജയേഷ് പുക്കുട്ടൂരാണ് നമുക്കൊപ്പം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ചേർന്നത്.